ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ കഞ്ഞിവെള്ളം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മുടെ 1 ഇയർ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 31ാമത്തെ ദിവസം, അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ. അപ്പം നമ്മുടെ ചാനലിൽ ഒരു 30 ദിവസത്തെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ റൈസ് വാട്ടർ ചലഞ്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വലിച്ചഴക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഉലുവയും നമ്മുടെ കഞ്ഞിവെള്ളം കൂടി നല്ല ഒന്ന് പൊളിച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ ഉലുവയുടെ അംശമൊക്കെ ഇറങ്ങി കിട്ടും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ എടുത്ത സമയത്ത് കറണ്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കാം ഉലുവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നല്ല രീതിക്ക് കുതിർന്നിട്ടുണ്ടായിരുന്നു. കൈ കൊണ്ട് ഉടയ്ക്കുമ്പം തന്നെ നല്ല രീതിക്ക് അത് ഉടഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളവും ഈ ഉലുവയും അതിനകത്തേക്ക് ചെമ്പരത്തിപ്പൂവും കൂടി നമുക്കൊന്ന് അരച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം നമ്മുടെ ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് ഒന്ന് ഇടികളിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ഇടികളിൽ ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടു. ഇന്നലത്തെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെമ്പരത്തിപ്പൂവിന് ഭയങ്കര ക്ഷാമമുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളവും ആ ഉലുവയും കൂടി ഇതുപോലെ ഒന്ന് ഇടികല്ലിലിട്ട് മൊത്തത്തിലൊന്ന് ഇടിച്ചൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പം ഭാഗ്യത്തിന് കറണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാനത് എടുത്തിട്ട് നമ്മുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയണം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉലുവയും ഇട്ട് വെക്കുക അവിടെ. അപ്പോഴത്തേക്ക് ആ ഒരു ഉലുവയുടെ ഗുണങ്ങളും കഞ്ഞിവെള്ളം ഫെർമെൻ്റ് ആകുന്നത് ഒന്നിച്ചായിരിക്കും. അപ്പോൾ ആ ഗുണങ്ങളെല്ലാം ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂട്ട് അരച്ച് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിക്കുന്നുണ്ട്. ആവണക്കെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഡ്രൈ ആയി പോകാണ്ട് നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് മോയ്സ്ചറായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം കഞ്ഞിവെള്ളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നല്ല രീതിക്ക് ഹെയർ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് മാറ്റാനായിട്ടാണ് അതിലേക്ക് ആവണക്കെണ്ണ ഒഴിച്ചത്. ഓക്കെ, അപ്പോൾ അന്നേരം നന്നായിട്ട് ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിൻ്റെ ലെന്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്പ്ലിറ്റിനൊക്കെ മാറി ഹെയർ ബ്രേക്കിംഗ് ഒക്കെ മാറി ഹെയറിനെ നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കും. ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് വാട്ടർ ആയാലും നമ്മുടെ കഞ്ഞിവെള്ളമായാലും നമ്മുടെ ഉലുവയായാലും എത്രത്തോളം നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. നല്ല രീതിക്ക് നമുക്ക് മുടിയുടെ തിക്നെസ് കൂട്ടാനായിട്ടും ഹെയർ നീളം വയ്ക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉലുവയും നമ്മുടെ ചെമ്പരത്തിപ്പൂവ്. പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട, അടിപൊളി സാധനമാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കഞ്ഞിവെള്ളത്തിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഒരു മെമ്മറി ഞാൻ പറയാം. എനിക്ക് കഞ്ഞിവെള്ളവും ഈ ഉലുവയും പറ്റില്ലായിരുന്നു കേട്ടോ പണ്ട്. പക്ഷേ എനിക്ക് എന്താ ചെയ്യാറിയും നന്നായിട്ട് മുടി പൊഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ വിചാരിച്ചിട്ട് 3 ദിവസം അടുപ്പിച്ച് ഞാൻ എൻ്റെ തലയിൽ തേച്ചു. പിന്നീട് എനിക്ക് ഹെയർ ഫാൾ അങ്ങനെ വന്നിട്ടില്ല അത് യൂസ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കേട്ടോ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് ആയാലും ഹോസ്റ്റലേഴ്സ് ആയാലും വർക്ക് ചെയ്യുന്നവരായാലും അവർക്കൊക്കെ എങ്ങനെ ഈ ഒരു ചലഞ്ചിൽ ജോയിൻ ആവാം, അങ്ങനെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും വരാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളവർ നിങ്ങളുടെ ടൈം ഷിഫ്റ്റും കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ഒരു ടൈം ടേബിളെ പോലെ അല്ലെങ്കിൽ ഒരു റുട്ടീൻ പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് നിങ്ങൾ മാറിയൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ചലഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുക, എല്ലാവരും ഈ ഒരു ചലഞ്ച് ചെയ്ത് നോക്കാൻ നമുക്ക് നോക്കാമല്ലോ ലാസ്റ്റ് എന്താണ് റിസൾട്ട് എന്ന്. പിന്നെ ഇതുപോലെ കഞ്ഞിവെള്ളം ഉലുവയൊന്നും ഹെയറിലൊക്കെ തേച്ചാൽ പ്രശ്നമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, അവർ എന്നെപ്പോലെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് തേച്ച് നോക്കുക. എന്നിട്ടും ഹെയർ ഫാൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്നുള്ളവർക്ക് മാത്രം ഈ ചലഞ്ച് സ്കിപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ നേരത്തെ ആ ഒരു റുട്ടീൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെയർ പാക്ക് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സത്യമായി ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് എന്തോ ഒരു ആകെ ഒരു ബോഡിയൊന്നും അങ്ങോട്ട് ഓക്കെ വരാത്ത പോലെ. എന്താ കാര്യം എനിക്കറിയില്ല ഗൈസ്. എന്നാലും ഞാൻ ഒട്ടും പിന്നോട്ടില്ല. എന്താ പറയുക, ചിലപ്പോൾ എനിക്ക് തോന്നും പനിയുടെ എന്ത് ലക്ഷണമാണോ എന്താ അറിയില്ല, അങ്ങോട്ട് പറയുന്നതൊന്നും ശരിയാകുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചലഞ്ചിലൊക്കെ ജോയിൻ ആവുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്യട്ടോ, അവർക്ക് കൂടി ഒന്ന് യൂസ്ഫുൾ ആകട്ടെ. പിന്നെ എന്താണ് ഇത്രയൊക്കെയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോകളും പുതിയ ഹെയർ കെയർ ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, അതുപോലെ നമ്മുടെ ലൈഫ് വ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അതായത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വീണ്ടും കാണാം.